നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വെരിക്കോസ് വെയിൻ രോഗത്തെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജനറൽ സർജറി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ വൈ ഷാജഹാനാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മോടൊപ്പം ചേരുന്നത്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, എന്താണ് വെരിക്കോസ് വെയിൻ? വെരിക്കോസ് വെയിൻ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? വെരിക്കോസ് വെയിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്ന സിരകളെ കുറിച്ച് അല്പ കാര്യവിവരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ പ്രധാനമായിട്ടും ഈ സിരകൾ എന്ന് പറയുന്നത് കാലുകളിലുള്ള സിരകളിലാണ് ഈ രോഗം ഉണ്ടാകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നരമ്പാണ് ലോങ് സഫീനസ് വെയിൻ എന്ന് പറയുന്നത്. ഈ വെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ പാദങ്ങളിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു ഉൾവശത്തു കൂടി മുകളിൽ വന്ന് നമ്മുടെ തുടയിടുക്കുകളിൽ വന്ന് അവസാനിക്കുകയും അത് അകത്തുള്ള, അതായത് ഡീപ്പ് വെയിനിലേക്ക് വന്ന്, അതായത് ഫെമറൽ വെയിനിലേക്ക് വന്ന് കയറുകയാണ് ചെയ്യുക. ഇത് വരുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലായി ചെറിയ ചെറിയ രക്തക്കൊള്ളിനകത്തേക്ക് കടക്കുകയും ഈ നരമ്പ് തന്നെ മറ്റ് അകത്തെ ഉള്ളിലുള്ള, അതായത് ഡീപ്പ് വെയിനിലേക്ക് കണക്ട് ചെയ്ത പെർഫറേറ്റ് വെയിൻസ് ഉണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് സിസ്റ്റം എന്ന് പറയുന്നത് പെർഫറേറ്റർ സിസ്റ്റമാണ്. പിന്നെ ഒരു തേർഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡീപ്പ് വെയിൻ ആണ്. അപ്പൊ സാധാരണഗതിയിൽ ഈ സൂപ്പർഫിഷ്യൽ വെയിൻ നിന്ന് രക്തം ഹൃദയത്തിലേക്ക് മുകളിലേക്ക് പോയി ഈ ഡീപ്പ് വെയിൻ വഴിയാണ് ഹൃദയത്തിലേക്ക് എത്തുക. ഈ നരമ്പുകളെ ഈ ഏറ്റവും നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ വെയിനാണ് ഈ ലോങ് സഫീനസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രവർത്തനക്ഷമതയ്ക്ക് വേണ്ടി നമ്മുടെ നരമ്പുകൾ പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിഫറെന്റ് വാൽവ്സുകളുണ്ട്. ഏകദേശം 12 മുതൽ 20 വരെ വാൽവുകൾ ഈ ലോങ് സഫീനസ് വെയിൻ ഉണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് സഫീനസ് വെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പുറം വശത്ത് ത്വക്കിനടിയിലായി കാണുന്ന ആ നരമ്പുകളിലും ഏകദേശം 8 മുതൽ 12 വരെയുള്ള വാൽവുകളുണ്ട്. ഈ വാൽവുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ വാൽവുകൾ ഒരു വഴിയിലേക്ക് മാത്രമേ തുറക്കുകയുള്ളൂ. അപ്പം താഴെ നിന്ന് മുകളിലേക്ക് മാത്രമേ ഇതിന്റെ ഫ്ലോ ഉള്ളൂ. ഒരു ആരോഗ്യമുള്ള ശരീരത്ത് ആ രീതിയിലേക്കും വരിക. പക്ഷേ ഇതിന് രോഗം ബാധിച്ചാൽ ഇത് റിവേഴ്സ് ഫ്ലോ ഉണ്ടാകുകയും ഈ വെരിക്കോസ് വെയിന് കാരണമാകുകയും ചെയ്യുക സാധാരണഗതിയിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ ഈ നരമ്പുകൾ ഇതേ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ രോഗം വരില്ല. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ ഈ വാൽവുകളുടെ പ്രവർത്തനക്ഷമത കുറവുകൊണ്ടോ അല്ലെങ്കിൽ രക്തധമനികളുടെ ഭിത്തികളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടോ ആണ് വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള ഒരു കാരണം. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം, എങ്ങനെയാണ് ഇത് വരിക എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ വാൽവുകൾക്ക് അല്ലെങ്കിൽ വാളുകൾക്കോ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തനക്ഷമത കുറവുണ്ടാകുക മറ്റേതെങ്കിലും അസുഖം ബാധിച്ച്, അതായത് ഞാൻ പറഞ്ഞ പോലെ ഒരു ട്രോമ, ഒരു ആക്സിഡന്റ് ഉണ്ടാകുകയാണ്. ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗത്തെ നരമ്പുകളിലേക്ക് ക്ഷതമുണ്ടാകുകയും അതിന്റെ ഭിത്തികളിൽ ക്ഷതമുണ്ടായി അത് വികസിക്കുകയും അതിനകത്ത് ആ വഴിയിൽ ഇതുപോലെയുള്ള വെരിക്കോസ് വെയിൻ അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ നമ്മുടെ പല ആൾക്കാരും കൂടുതൽ സമയം നിൽക്കുന്ന ഒരു സ്വഭാവത്തിലുള്ള ആൾക്കാരുണ്ട്. അതായത് ഒരുപാട് സമയം നിൽക്കുന്ന ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത്. സാധാരണ ഈ മനുഷ്യരിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റുള്ള ആളുകൾ, അല്ലെങ്കിൽ അവര് ജോലി ചെയ്യുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് ഹോട്ടൽ തൊഴിലാളികൾ, അല്ലെങ്കിൽ കുക്കോ അല്ലെങ്കിൽ വെയിറ്ററോ അതുപോലുള്ള ആൾക്കാരെ ഒരുപാട് സമയം നിൽക്കുകയാണ്. അതായത് ജീവിതത്തിലെ അവരുടെ ജീവിത പ്രാരംഭം കാരണം അവർക്കൊരു 24 മണിക്കൂർ 18 മണിക്കൂർ അവർ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശരീരത്തിലെ രക്തം താഴേക്ക് കുറയുകയും അവിടെ ഈ രക്തക്കുഴലുകൾ വികസിച്ച് അതുപോലെ ഈ വാൽവിന്റെ പിന്നെ പ്രവർത്തനക്ഷമത കുറവുണ്ടാകുക അല്ലെങ്കിൽ ആ വോളിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ഈ രീതിയിൽ വന്നിട്ട് അത് വികസിച്ച് വെരിക്കോസ് വെയിനായിട്ട് മാറുന്ന ഒരു സ്വഭാവമാണ് സാധാരണ കാണാറുള്ളത്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ മറ്റ് പല രോഗങ്ങൾ കാരണം, അതായത് അകത്തുള്ള നരമ്പുകളിൽ രക്തക്കട്ടകൾ വന്ന് ബ്ലോക്ക് ആകുക മറ്റേതെങ്കിലും കാരണവശാൽ, അതല്ലെങ്കിൽ വയറിനുള്ളിലുള്ള പ്രധാന സിരകളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ട്യൂമർ ഫോം ചെയ്യുക, ഒരു ക്യാൻസർ അതുപോലെ സാധനങ്ങൾ പ്ലസ് ചെയ്തിട്ട് ബാക്ക് പ്രഷർ വരാം. അതായത് വെളിയിലേക്ക്, അതായത് ബ്ലഡ് മുകളിലേക്ക് പോകാൻ വരാത്ത സാഹചര്യത്തിൽ പോകാൻ പറ്റാത്ത രീതിയിൽ അത് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലഡ് താഴത്തെ ലെവലിൽ അതിങ്ങനെ കെട്ടിക്കിടന്നിട്ട് അത് വികസിച്ച് നരമ്പുകൾ വീർത്ത് വന്ന് ഇതുപോലെ വെരിക്കോസ് വെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ സ്ത്രീകളിൽ പറഞ്ഞ പോലെ പ്രഗ്നൻസി സമയത്ത് ഗർഭസ്ഥ അല്ലെങ്കിൽ ഗർഭാശയം വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിറകിലുള്ള പിന്നിലുള്ള നരമ്പുകളെ കംപ്രസ് ചെയ്യുമ്പോൾ ബാക്ക് പ്രഷർ വന്നിട്ട് അങ്ങനെയും രക്തം. അപ്പൊ മിക്കവാറും ഗർഭിണികളായ സ്ത്രീകൾക്ക്
അവർ പറയും ആദ്യത്തെ പ്രസവത്തോടു കൂടിയാണ് ഞങ്ങൾക്കിത് ഇങ്ങനെ നരമ്പുകൾ തടിക്കാൻ തുടങ്ങിയെന്ന് പറയും. അത് ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് പല പ്രസവങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ നരമ്പ് തടിച്ചിട്ട് വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്. അതാണ് അതിനുള്ള ആൻസർ. വ്യക്തമാകും ഡോക്ടർ. സംശയങ്ങളുമായി ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് സുധിയാണ്. സുധി ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ പറയൂ സുധി. എന്റെ കാലില ഡോക്ടർ പറഞ്ഞതനുസരിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എന്റെ കാലിന്റെ വെള്ളക്ക് ബസ്സിൽ നിന്ന് ഒരു തെള്ളി വിട്ടതാ. വെളുപ്പ് ഇറങ്ങുന്ന തെള്ളി വിട്ട് ഒരു കല്ല ചെന്ന് കാലിന്റെ വെള്ളഭാഗം പൊങ്ങി നിൽക്കുന്ന ആ ഭാഗത്ത് ഇടിച്ചു. ഇപ്പോഴും കല്ല് പോലെ കിടപ്പുണ്ട്. 10-15 വർഷമായി. ഇപ്പൊ കാലല വെരിക്കോസ് ഉണ്ടാകുന്നു, മരവിപ്പും ഉണ്ട്. വളരെ ചെറുതായിട്ട് ഉറക്കമായതേ ഉള്ളൂ. പക്ഷെ അത് എനിക്ക് കാലും മരവിക്കുകയും. എന്താണ് ജോലി? എനിക്ക് ബിസിനസ്സാ. ജോലി എന്തോ ബിസിനസിന്റെ സ്വഭാവം എന്താണ്? ഒരുപാട് സമയം ഫർണിച്ചർ ബിസിനസ്, ഷോറൂം. ഒരുപാട് നിൽക്കുന്ന സാഹചര്യം ഉണ്ടോ? കൂടുതൽ സമയം അങ്ങനെ നിൽക്കുന്ന സാഹചര്യമൊന്നുമില്ല. ഇപ്പൊ ഈ പറഞ്ഞത് കണക്കില് കാലിന്റെ വെള്ളയ്ക്കുണ്ടാകുന്ന ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു കലോസിറ്റിയോ അതല്ലെങ്കിൽ ഈ കോണെന്ന് പറയുന്ന സംഭവം ആണി രോഗം ഉണ്ടല്ലോ, അതേപോലെ ഈ തടിച്ചു കിടന്നിട്ട് ആണി രോഗം പോലുള്ള രോഗങ്ങളുണ്ട്. അത് വെരിക്കോസ് വെയിൻ ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഈ വെരിക്കോസ് വെയിൻ വന്നത് ഇപ്പൊ വയസ്സെത്രയുണ്ട് സ്തുതിക്ക്? അപ്പൊ ഏജ് പ്രായം കൂടുന്തോറും നമ്മൾ കൂടുതൽ യാത്രകളും പ്രവൃത്തികളും അല്ലെങ്കിൽ ഒരുപാട് സമയം നിൽക്കുന്ന പണികളും ഇതൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നരമ്പുകളുടെ വലിപ്പം കൂടുകയും നീളം കൂടുകയും അത് വികസിക്കുകയും അത് വളർന്നു വെരിക്കോസ് വെയിൻ പോലെ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റേ വീഴ്ചയിൽ തന്നെയാണ് ഇത് സംഭവിച്ചത് നമുക്ക് 100% പറയാൻ പറ്റില്ല. എങ്കിലും സാധ്യത ഇല്ലാതെ ഇല്ല. കാരണം ഏതെങ്കിലും ഭാഗത്ത് ഈ നരമ്പിന്റെ ഭാഗത്ത് ശക്തമായി ഇടിച്ചിട്ടുണ്ടെങ്കിൽ ആ രക്തക്കുഴകൾ ഇവിടെ പിന്നെ ഭിത്തികൾക്ക് ദുർബലമാവുകയും അതിൽ കൂടെ ഈ നരമ്പ് തടിക്കാനുള്ള സാധ്യതകൾ വരാറുണ്ട്. മരവിപ്പ് അതിന്റെ ഭാഗമാണ്. മരവിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ? ഷുഗറിന്റെ അസുഖം ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ മരവിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ നെറുകൾക്കുള്ള കുറച്ച് ഇത് വരാം, ഇറിറ്റബിലിറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ വരുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ ശക്തമായി ഇടിച്ചു കൊണ്ടുവരുന്ന ഈ നരമ്പുകളെ ഈ നെർവുകളെ, അതായത് സിരകളല്ല, നെർവുകൾക്ക് കാര്യമായ ക്ഷതമോ അതുപോലെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇതുപോലെ പെരിപ്പോ തരിപ്പോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതാണ് സാധ്യത. അത് ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ഒരു ഫിസിഷ്യനെയോ അല്ലെങ്കിൽ സർജനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർ വേണ്ട വിദഗ്ധോപദേശം തേടുക, അതിനുള്ള ചികിത്സ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഏതെല്ലാം തരത്തിൽ വരാം? അതുപോലെ ഈ രോഗത്തിന്റെ ഘട്ടങ്ങളെ കുറിച്ചൊന്ന് വിശദമാക്കാമോ? അതായത് ഈ രോഗം ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ അനാട്ടമി പറയുമ്പോഴാണ് വ്യക്തമാകുന്നത്. ഈ നരമ്പുകള് നമ്മളൊരു ഏർലി സ്റ്റേജ്, പ്രത്യേകിച്ച് ഒരു ഗർഭിണിയായ സ്ത്രീ അവരുടെ ആദ്യത്തെ പ്രസവം കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ തൊടകളിൽ ചെറിയ രീതിയിൽ വയലറ്റ് കളറിലോ അല്ലെങ്കിൽ ചെറിയ ബ്ലൂയിഷ് കളറില് കുഞ്ഞു നരമ്പുകൾ, വളരെ ത്രെഡ് വെയിൻസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ടെലഞ്ചക്ടേസിയ എന്ന് പറയും. ഇതുപോലുള്ള കുഞ്ഞു നരമ്പുകളായിട്ട് അവിടെ ഇങ്ങനെ തടിച്ചു വരും. സ്പൈഡർ വെയിൻസ് എന്ന് പറയും. ചെറിയ സൈസാണ്, ഏതാണ്ട് 0.5 to 1 mm സൈസേ കാണുള്ളൂ. ഈ സ്റ്റേജിൽ അവർ ശ്രദ്ധിക്കാതെ പോയാൽ ഇത് പിന്നെ മറ്റൊരു റെറ്റിക്കുലർ വെയിൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക് പോകും. കുറച്ചുകൂടി വലിപ്പം വയ്ക്കുകയാണ് അത്. അതായത് ഒരു 1 mm മുതൽ 3 mm വരെയുള്ള വലിപ്പത്തിലേക്ക് അത് പോകും. അതും നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ അത് പിന്നെ വെരിക്കോസ് വെയിൻ അവസ്ഥയിലേക്ക് പോവുകയാണ്. പലപ്പോഴും ഇത് കെയർ ചെയ്യാതെ പോവുകയാണ്. ഇപ്പോൾ ഒരു ആദ്യത്തെ പ്രസവം കഴിയുമ്പോഴത്തേക്ക് ഇത് കാണുന്നു, അടുത്ത പ്രസവത്തിന് പോകുന്നു. അപ്പോൾ പലപ്പോഴും ഈ ഗർഭിണിയായ സ്ത്രീകൾ പല പ്രസവം കഴിയുമ്പോഴത്തേക്ക് ഒരു ഫുൾ ബ്ലോൺ നല്ല രീതിയിലുള്ള വെരിക്കോസ് വെയിൻ അവസ്ഥയിലേക്ക് പലപ്പോഴും എത്തിച്ചേരും. ലക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഈ ത്രെഡ് വെയിൻസ്, റെറ്റിക്കുലർ വെയിൻസ് അല്ലെങ്കിൽ വെയിറ്റ് വരുന്നത്, അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ശക്തമായി ഈ നരമ്പുകൾ വലുതാകുകയും ആ വലുതാകുന്നതോടുകൂടെ പുറത്തേക്ക് അതിനൊരു വെള്ളം പുറത്തേക്ക് വന്നിട്ട് കാലിൽ നീര് വെക്കുകയാണ്. ആ നീര് വെച്ചതിന് ശേഷം അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത്
ഈ നരമ്പുകൾ കൂടുതൽ വികസിച്ച് വലുതായി അത് ഒരു ടോർച്ചസ്, അതായത് ടോർച്ചസിറ്റി പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഒരു പിന്നെ സ്പ്രിങ് പോലെ അല്ലെങ്കിൽ വിരകൾ പോലെ നമ്മൾ കണ്ടാൽ ഭീകരമായിട്ട് തോന്നും. ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വളരെ വലിയ രീതിയിൽ ഈ നരമ്പുകൾ ഇങ്ങനെ തടിച്ച് കൊഴുത്ത് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു അവസ്ഥയിലേക്ക് പോകും. പിന്നെ ഇതിന്റെ കോംപ്ലിക്കേഷന്റെ പാർട്ടാണ് പലപ്പോഴും വരുന്നത്. ഒരു സ്റ്റേജ് വളരെ അഡ്വാൻസ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്താ വെച്ചാൽ ഇതിൽ നിന്ന് രക്തം പുറത്തേക്ക് വരികയും ആ പുറത്തു വരുന്ന രക്തം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് പിഗ്മെന്റേഷൻ, നമ്മുടെ കാലിൽ കളർ, നമ്മൾ ഈ വേരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാരെ കുറെ നാൾ നിന്ന് കഴിയുമ്പോൾ അവിടെ കാലുകൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കളർ മാറി വരുന്നത്, ഇത് ഒരു ഡാർക്ക് കളറിലേക്ക് നമ്മൾ വരുന്നതാണ്. പിന്നെ ആ തൊലിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തൊലി ഭയങ്കര കട്ടിയാവും, ഭയങ്കര തിക്കാവും. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു ത്വക്കിന്റെ ഒരു ക്വാളിറ്റിയും ആ ത്വക്കിനുണ്ടാവില്ല. അത് ഭയങ്കര കനമായി കട്ടിയായി നിൽക്കുകയും ചെയ്യും. അത് കഴിയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ രോഗിക്ക് ചൊറിച്ചിലെന്ന് അനുഭവപ്പെടുന്നു. പക്ഷെ ആക്ച്വലി ചൊറിച്ചിലല്ല, അവിടെ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് അബ്രേഷൻ, ചെറിയ ചെറിയ പൊട്ടലുകൾ ഉണ്ടാകും. അത് നമുക്ക് ചൊറിച്ചിലായിട്ട് അനുഭവപ്പെടും. സ്വാഭാവികമായിട്ട് ഈ രോഗി അതിൽ മാന്തുകയോ അല്ലെ ചൊറിയുകയോ ചെയ്ത് കഴിയുമ്പോൾ അത് വലിയ വ്രണമായിട്ട് മാറുകയും ചെയ്യും. അതാണ് ആ വ്രണമായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് വളരെ സങ്കീർണാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും രോഗികൾ നമ്മളിൽ എത്തുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ഈ എന്താണ് സമീപ സ്ഥലത്തുള്ള തട്ടുകടകളിലൊക്കെ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നാമ്പുറത്തേക്കൊന്ന് പോയി നോക്കണം. ഈ രോഗികളിലെല്ലാം, അതായത് ഈ തട്ടുകടക്കാരുടെ എല്ലാ കാലിലും ഒരു കെട്ടുണ്ടാവും, കാലുകളിലെല്ലാം ഒരു കെട്ടുണ്ടാവും. അത് സ്വാഭാവികമായിട്ട് വെരിക്കോസ് ആണ്. അത് വെരിക്കോസ് വെയിൻ വന്നതും ശരി, അൾസർ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ജീവിത പ്രാരാബ്ദം കാരണം അവര് ജോലി തുടങ്ങും. ഈ രോഗത്തെ കുറിച്ച് ഒരു ബോധേടല്ല. അപ്പൊ എന്ത് ചെയ്യും? അവര് ശക്തമായ വേദനയോ സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ മാത്രമേ ഒരു ആശുപത്രിയിൽ എത്തുള്ളൂ. അതുവരെയും അവര് തുടർന്ന് ഈ പരിപാടി ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. പിന്നെ ശക്തമായ വേദന, അതായത് കുറെ സമയം നിന്ന് കഴിയുമ്പം കാല് കഴയ്ക്കുന്ന കടച്ചിൽ, ഇങ്ങനെയുള്ള രോഗങ്ങളാണ് അവർ പറയുക, രീതി പറയുക. അതുപോലെ ഡേ ടു ഡേ ഇത്, കാരണം ഈ രോഗം ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ക്ലാസ്സിലാണ്, അതായത് ഒരു ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. കാരണം നിത്യജീവിതത്തിന് അവര് ദിവസവും ജോലി സ്ഥലത്ത് പോയാൽ ജോലി ചെയ്യാത്ത മാർഗമില്ലാത്ത ആൾക്കാരാണ്. സ്വാഭാവികമായിട്ട് അവർ എല്ലാ ദിവസവും ജോലിക്ക് പോകും. ജോലിക്ക് രാവിലെ പോകുമ്പോൾ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ വൈകുന്നേരത്തോടൊപ്പം അവർക്ക് കാല് നല്ല കഴപ്പും അസ്വസ്ഥയും തുടങ്ങി അങ്ങനെയാണ് ഇത് വരിക. അവിടെ വന്നത് നാട് നിർത്തി വൈകുന്നേരം വന്ന് കിടന്നു കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം ഉണ്ടാകും. ഇത് സ്ഥിരമായി തുടർന്ന് വരുമ്പോൾ ഈ അവസരത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ രോഗം പ്രോഗ്രസ് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നരമ്പുകൾ കുറെ നേരം നരമ്പ് നിൽക്കുമ്പോൾ അത് നീണ്ടു വരും. പിന്നെ അത് വികസിക്കും, കുറച്ചുകൂടെ വികസിക്കും. പിന്നെ അത് കഴിഞ്ഞ് അത് ചുരുണ്ടിട്ടാണ് ഈ എന്താ പറഞ്ഞ ഇങ്ങനെ ചുരുളുകൾ പോലെയോ അല്ലെ ഉണ്ട കിട്ടുന്ന പോലെ ഇങ്ങനെ നമ്മൾ കാണുന്നത്, അങ്ങനെ സ്പ്രിങ് പോലെയൊക്കെ ആയി മാറുന്നത്. അതാണ് സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. അതാണ് ലക്ഷണങ്ങളായിട്ട് പറയുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതിന്റെ ആദ്യ സ്റ്റേജിലാണെങ്കിൽ ഈ ത്രെഡ് വെയിൻസ് ആയിരിക്കും, പിന്നെ റെറ്റിക്കുലർ വെയിൻ എന്ന് പറയുന്ന സാധനം, അതായത് കുറച്ചുകൂടി വലിപ്പമുള്ളത്, പിന്നെ വെരിക്കോസ് വെയിൻ, പിന്നെ കാലിൽ നീര് വെക്കുക, കുറച്ച് കടിച്ചുള്ള നീരുകൾ വരിക. അത് കഴിഞ്ഞിട്ട് ഈ പിഗ്മെന്റേഷൻ, കളർ വ്യത്യാസങ്ങൾ വരിക. പിന്നെ എന്താ പറയാ, ഇത് ഈ നരമ്പുകൾ ഇങ്ങനെ തളിച്ച് ഭയങ്കര വലിപ്പത്തിലായി മാറുക. അത് കഴിഞ്ഞ് ഈ തൊലി അങ്ങ് ഭയങ്കരമായിട്ട് കട്ടി വെച്ചിട്ട് അത് കഴിഞ്ഞൊരു ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് അൾസറായിട്ട് മാറുകയും കാലിൽ വ്രണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. വ്രണം കരിയാത്ത രീതിയിലുള്ള വ്രണമായി മാറുകയും ചെയ്യും. അത് വളരെ സങ്കീർണാവസ്ഥയിലേക്ക് എത്തുന്ന ഒരു രീതിയാണ്. അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് വിമലയാണ്. വിമല, ഡോക്ടറോട് ചോദിച്ചോളൂ. വിമല പറയൂ. ഹലോ. സാറേ, ഈ കാല് വേദന ഭയങ്കര, രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഭയങ്കര വേദനയാവുക കാല് സാറേ. കാല് രാവിലെ ഉറക്കെഴുന്നേറ്റ് വരും. കാലിൽ നരമ്പ് തടിപ്പുണ്ടോ? ഞരമ്പ് തടിപ്പ് പുറത്തൊന്നും കാണാനില്ല സാർ, പുറത്ത് കാണാനൊന്നുമില്ല, ഉള്ളില് ഭയങ്കര വേദനയാണ്. പിന്നെ കാലിന്റെ ഒരു കറുപ്പ് കളർ വരും, അതിങ്ങനെ ചൊറിഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടുക. എത്ര വയസ്സുണ്ട്? വയസ്സിപ്പോ 57. പ്രത്യേകിച്ച് ജോലികൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ജോലികൾ കാര്യമായിട്ടൊന്നുമില്ല, ഇപ്പൊ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. വീട്ടിലുള്ള ജോലി തന്നെ, വേറെ ഒന്നുമില്ല. വീട്ടിലുള്ള ജോലികളേ. ഷുഗർ ഉള്ള ആളാണോ? ഇല്ല, ഷുഗർ പ്രഷർ ഒന്നുമില്ല സാർ. ഇല്ല സാർ, ഷുഗർ പ്രഷർ ഒന്നുമില്ല. ഓക്കെ. അപ്പൊ നമുക്കെന്താ വെച്ചാൽ ഈ കാലുവേദന പല കാരണങ്ങളുണ്ടാകാം. നമ്മള് ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന വേദന സാധാരണഗതിയിൽ വെരിക്കോസ് വെയിന്
കുറവാണ്. കാരണം വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ രോഗത്തിന് സാധാരണ അല്ലെങ്കിൽ നരമ്പ് തുടിപ്പിന് സാധാരണഗതിയിൽ പിന്നെ വേദന ഉണ്ടാകുന്നത് വൈകുന്നേരങ്ങളാണ്. അതായത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ രാവിലെയുള്ള പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങളോട് എടുക്കുമ്പോഴാണ് സാധാരണഗതി വേദന ശക്തമായിട്ട് ഉണ്ടാകുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന വേദനകൾ നമ്മൾ രക്തഓട്ടക്കുറവുണ്ടോ എന്ന് അറിയണം. അല്ലാതെ അതായത് ശുദ്ധരക്തം വലിച്ചുകൊണ്ട് പോകുന്ന രക്തപ്പെള്ളുകൾ അടവുണ്ടോ, പ്രഷർ ഉള്ളതാണോ? പ്രഷർ ഇല്ല അല്ലേ? ഇല്ല പ്രഷറൊന്നുമില്ല സാർ, പ്രഷറില്ല. അപ്പം അത് വിശദമായി നമ്മൾ പരിശോധിക്കുന്നതാണ്. കാരണം ഷുഗർ ഉണ്ടോ മറ്റു സംഭവങ്ങളൊക്കെ ഒന്ന് ബ്ലഡ് വാല്യുവേഷൻ നടത്തുന്നതാണ്. പിന്നെ ഓഫ്കോഴ്സ് വെരിക്കോസ് വെയിനും നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ കാലിൽ കളർ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം വെരിക്കോസ് വെയിൻ കാണാതിരിക്കാൻ സാധ്യല്ല. കുട്ടികൾ എത്ര പേരുണ്ട്? കുട്ടികൾ രണ്ട് കുട്ടികൾ. രണ്ടാളാണ്. അത് ശരി. പ്രസവമൊക്കെ സാധാരണ പ്രസവമായിരുന്നോ? പ്രസവം സാധാ പ്രസവം തന്നെ, നോർമൽ പ്രസവം. പിന്നെ ഈ കറുപ്പ് കളറ്, പറയൂ. കറുപ്പ് കളറും അതിന് ചൊറിച്ചിലും വരും ഇടയ്ക്ക്, ഭയങ്കര ചൊറിയായിരിക്കും അവിടുന്ന്. അപ്പൊ അത് നമ്മൾ നോക്കേണ്ടതാണ്. അപ്പൊ കാലിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വെരിക്കോസ് വെയിൻ ഉണ്ടോ ഇല്ലോ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സകൾ വേണം. ഇപ്പോഴേ നമ്മൾ ശരിയായ രീതിയിൽ നോക്കിയാൽ ഒരു പരിധിവരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതപ്പോ അടുത്തുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ അടുത്തുള്ള നിങ്ങൾക്ക് സൗകര്യമുള്ള ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ അവിടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് കിട്ടും. ഇതിന് ചെയ്യാവുന്നത് നമ്മൾ കൂടുതൽ വിശ്രമം എടുക്കുക, ഈ പറഞ്ഞ സ്കാൻ ചെയ്ത് നോക്കുക, നരമ്പിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയുക. പിന്നെ ഈ കാല് കളർ വ്യത്യാസം മറ്റ് കാരണങ്ങൾ കൊണ്ട് ത്വക്ക് രോഗ വിഭാഗങ്ങളിലൊന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. അവർക്ക് എന്തെങ്കിലും ഇതുണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ, എക്സീമ പോലുള്ള സംഭവങ്ങളുണ്ട്, അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലോ നമ്മൾ ചെക്ക് ചെയ്യുന്നതല്ലായിരിക്കും. വ്യക്തമായ സ്ഥിതിക്ക് കേട്ടു. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, വെരിക്കോസ് വെയിൻ പൊട്ടിയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ പൊട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വളരെ പ്രധാനമായിട്ടൊരു ചോദ്യമാണ്. അതായത് ഈ വേരിക്കോസ് വെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഡ്വാൻസ് സ്റ്റേജ്, അതായത് ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴെങ്കിൽ ഈ നരമ്പുകൾ ഇങ്ങനെ തടിച്ച് വളരെ ഭീകരമായ അവസ്ഥയിൽ നമ്മൾ കാണും. അപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും ഈ രോഗികൾ. കാരണം കാലുകളൊക്കെ ഇങ്ങനെ തടിച്ച് കൊടുത്ത് ഇങ്ങനെ നരമ്പുകൾ ഇങ്ങനെ സ്വിങ് പോലെ കിടക്കുന്ന സാഹചര്യം. അപ്പൊ ഈ രോഗികൾക്ക് ഇതിനെക്കുറിച്ച് ബോധം, കാരണം ഇവർക്ക് വേദന ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും ഇതിനെക്കുറിച്ച് ബോധം ചെയ്യത്തില്ല. അതിനെക്കുറിച്ച് അവര് ഒരു ജാഗ്രതയും കാണിക്കില്ല. അപ്പൊ ഇവരെന്താണ്, ഇവർ നിത്യജീവിതത്തിലേക്കായിരിക്കും നടന്ന് അവരുടെ ജോലികളും മറ്റുള്ള പോകാറുണ്ട്. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്ന വെച്ചാല് ഈ രോഗികൾക്ക് അറിയാതെ പോലും ഇതിന് ചെറിയ സുഷിരങ്ങൾ വഴി ബ്ലഡ് പുറത്തേക്ക് ചാടും. പക്ഷെ ഈ രക്തം വെളിയിൽ ചാടുന്നത് ഈ രോഗികൾ അറിയത്തില്ല. കാരണം നമ്മുടെ ധമനികളിൽ നിന്ന് വരുന്ന ബ്ലഡ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ രോഗിക്കോ ആൾക്കാർക്കോ മനസ്സിലാവും. പക്ഷേ ഈ സിരകളിൽ നിന്ന് വരുന്ന ബ്ലഡ് അത് സൈലന്റ് ലൂസറാണ്. അതിന് വേണ്ടി സൈലന്റ് കില്ലർ എന്നും പറയാം. കാരണം ഒരു സൈലന്റ് ലൂസിങ്ങിൽ ബ്ലഡ് മുഴുവൻ പരന്ന് പുറത്തൊഴുകി കഴിയുമ്പോഴേ ഇവര് കൊളാപ്സ് ചെയ്യുന്ന സ്ഥലത്ത് വീണു പോകും. ആ ഒരു സ്ഥലത്തിലേ അവര് പലപ്പോഴും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഈ വെരിക്കോസ് വെയിനുള്ള രോഗി അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരാളത് കാണുകയാണ്, ഇയാളൊരു പൂൾ ഓഫ് ബ്ലഡിൽ ഇങ്ങനെ നിറഞ്ഞ, അയാളുടെ ചുറ്റിനും ബ്ലഡ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം പോലെ കാണും. അങ്ങനത്തെ സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ ചെന്ന് പറയുമ്പോഴായിരിക്കും ഇദ്ദേഹം മനസ്സിലാക്കുന്നത് അപ്പോഴും വീണ്ടും. ഇങ്ങനൊരു സാഹചര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറാണ്. അതിന് ഒപ്പിട്ട് തന്നെ ആ രോഗിയെ അവിടെ കിടത്തിയിട്ട് ഒരിക്കലും നമ്മളത് തുടയ്ക്കോ പിടിക്കുന്നില്ല, ഉടനെ തന്നെ കാലങ്ങ് മുകളിലേക്ക് ഉയർത്തി എലിവേറ്റ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തി പിടിക്കുക എന്നുള്ളതാണ് അതിനുള്ള പ്രധാന ചികിത്സ. 99% നമുക്ക് ബ്ലഡ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ അതിനകത്തൊരു കംപ്രഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അധികം ടൈറ്റ് അല്ലാത്ത രീതിയിൽ നമുക്ക് പുറമെ ഒരു കെട്ട് കൊടുക്കുകയോ ചെയ്യാം, അതിന് പുറത്തൊരു കെട്ട് കൊടുക്കുകയും ചെയ്യാം. കെട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വിരൽ കടത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൂസ് അവിടെ ഉണ്ടാവണം. കാരണം പലപ്പോഴും നമ്മള് ഈ ധമനികളെ അടഞ്ഞു പോകുന്ന രീതിയിൽ കെട്ടിക്കഴിഞ്ഞാൽ താഴോട്ടുള്ള ഭാഗം പൂർണ്ണമായും നിർജ്ജീവമായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അതല്ലാത്ത രീതിയിൽ രക്തം നിർത്തത്തക്ക രീതിയിലുള്ള കെട്ടുവേട്ട കൊടുക്കാം. പക്ഷേ ഇതൊന്നും ആവശ്യം വരത്തില്ല. പലപ്പോഴും കാൽ ഉയർത്തി വെക്കുമ്പോൾ തന്നെ ആ ബ്ലീഡിങ് വരുന്നുള്ളൂ. അതിനെ കുറിച്ച് പറയാം. അത് വളരെ സങ്കീർണാവസ്ഥയാണ്. പലപ്പോഴും അറിയാതെ പോയാൽ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കിടന്ന് ഈ ബ്ലഡ് ഇങ്ങനെ അറിയാതെ പോയി കഴിഞ്ഞാൽ പക്ഷേ മരണം വരെ സംഭവിക്കാം. കാരണം ശരീരത്തിലെ രക്തം പൂർണ്ണമായും വാർന്നു പോവുകയാണ്. ഒരിക്കലും രോഗി ഇത് മനസ്സിലാകത്തില്ല ബ്ലഡ് പോകുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച്. അതിനെക്കുറിച്ച് പറയാം. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് ബാബുവാണ്. ബാബു, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ ബാബു.
ആ സർ, എനിക്ക് ഇത് വെരിക്കോസിന്റെ കാണാൻ നല്ല രീതിയിലുണ്ട്, നല്ല രീതിയിൽ തന്നെയുണ്ട് ഇത്. പക്ഷേ എങ്കിൽ അതിശക്തമായ വേദനയൊന്നുമില്ല. ചില സമയങ്ങളിൽ ഒരു കടച്ചിലുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു ചികിത്സ എന്താണെന്നില്ല അറിയാനാണ്. നല്ല രീതിയിലുണ്ട് കാണാൻ. ബാബു ഇത് വളരെ ഇപ്പൊ നിങ്ങൾക്ക് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റേജിലാണ്. പലപ്പോഴും എന്താ ജോലി എന്താണ് ബാബുവിന്? ഞാൻ കാർപ്പൻട്രി വർക്കാണ്, നിന്നിട്ടാണ് വർക്ക് ഉണ്ടാവുക കൂടുതലും. ഇപ്പം കുറച്ചായിട്ട് വർക്ക് ചെയ്യൽ കുറവാണ്. അതാണ് പലപ്പോഴും എന്താ പറ്റുന്ന വെച്ചാല് നിങ്ങൾ ഇതിനെക്കുറിച്ച് കെയർ ചെയ്യാത്ത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് യാതൊരു ബുദ്ധിമുട്ടില്ല, ഇതുവരെയും ബുദ്ധിമുട്ടില്ല. അതായത് വേദന ഉണ്ടാകുമ്പോഴേ പലപ്പോഴും നിങ്ങൾ ആശുപത്രികളിലോ അല്ലെങ്കിൽ ഡോക്ടറെ കാണാൻ പോകാറില്ല. വേദന വന്നില്ല, പൊട്ടിയില്ല, പൊട്ടിയിട്ടില്ല, വ്രണമായിട്ടില്ല. അത് ദൈവത്തോട് നന്ദി പറയുക. പക്ഷേ അതൊരിക്കലും നമുക്ക് അങ്ങനൊരു ചിന്തയിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. ശരിക്കും നിങ്ങൾ ഇപ്പോഴേ ഇത് ചെയ്യാതെ ഇതിന് കെയർ കൊടുത്തില്ലെങ്കിൽ അപകടമാണ്. അപ്പൊ നമുക്കിപ്പോ ഇന്ന് വ്യാപകമായി നമുക്ക് വളരെയേറെ ചികിത്സാ രീതികൾ നമ്മുടെ ഇതിലുണ്ട്, വളരെയേറെ ഉണ്ട്. ഒന്ന് ഏറ്റവും ഫൈനാൻഷ്യൽ നമ്മൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേഷനുകളുണ്ട്. ഈ ഓപ്പറേഷനുകൾ പറഞ്ഞു കഴിഞ്ഞാല് മുകളിൽ നിന്ന് നരമ്പ് മുറിച്ചിട്ട് ആ നരമ്പ് മുട്ടിന് കീഴ്വരേക്കും പൂർണ്ണമായിട്ട് സ്ട്രിപ്പ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ്, എടുത്ത് മാറ്റുന്ന ഓപ്പറേഷനാണ്. പിന്നെ ഈ നരമ്പുകൾ തമ്മിൽ കണക്ട് ചെറിയ നരമ്പുകളെ കെട്ടുന്ന ഏർപ്പാടുണ്ട്, അങ്ങനെയും നമുക്ക് ചെയ്യാം. പിന്നെ കൂടാതെ ആധുനികമായ കുറെ പരിപാടികളുണ്ട്. നമുക്ക് സ്ക്ലീറോ തെറാപ്പി പോലുള്ള സംഭവങ്ങൾ, അതായത് ചില പ്രത്യേക മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്ത് ഈ നരമ്പുകളെ കരിച്ചു കളയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന രീതിയിലുള്ള പരിപാടികളുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്, EVL എന്ന് പറയുന്ന ലേസർ ചികിത്സയുണ്ട്. അതുപോലെ തന്നെ RFA എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഉണ്ട്. അത് ചെറിയ രീതിയിൽ റേഡിയേഷൻ കൊടുത്ത് അതിനെ കരിക്കുന്ന ഏർപ്പാടുണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ വ്യാപകമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ പലരും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് അറിയുന്നത് പലപ്പോഴും ഇതിന്റെ സാമ്പത്തിക ബാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്ന ചില ആൾക്കാരൊക്കെ പോയവരൊക്കെ പറയുന്നത്. അതെങ്ങനെയായിരിക്കും ഇത് ഏറ്റവും നമുക്ക് സൂട്ടബിൾ, ഏറ്റവും ഗവൺമെന്റ് സെക്ടറിൽ ഈ പണമൊന്നും ആവശ്യം വരത്തില്ല, മനസ്സിലായില്ലേ? പിന്നെ ഈ വരുന്ന ഈ അഡ്വാൻസ് ടെക്നിക്സ് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ RFA എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ EVL എന്ന് പറയുന്നത് ലേസർ സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അതിന്റെ പ്രത്യേക സാധനം ഉപയോഗിക്കുന്നത് ഡിസ്പോസിബിൾ ആണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കളയുന്ന സാധനമാണ്. അതിന് ചിലപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട് വരുമായിരിക്കും. പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് കാർഡോ ഇൻഷുറൻസ് കാർഡോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ അങ്ങ് ഒരിക്കലും ഒരു പണം ഉണ്ടാകത്തില്ല. നിങ്ങൾ ഹെൽത്ത് കാർഡും സംഭവങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ഒരു ചെലവ് വരത്തില്ല. നമ്മൾ പലപ്പോഴും ആരെങ്കിലും പറയുന്നത് കേൾക്കാതെ നമ്മൾ നേരിട്ട് ഈ സ്ഥാപനങ്ങളിൽ പോയി കാണുക, അല്ലാതെ വഴിയിൽ ആരെങ്കിലും പറയുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ഉണ്ട്, അവിടെ ഈ ചെയ്യുന്നതാണ്. ഓക്കെ. ഡോക്ടർ പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ രോഗത്തിന് സർജറി എങ്ങനെയാണ്? സർജറിയുടെ രീതികളെ കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? സർജറിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് വളരെ സങ്കീർണമായ രീതിയിലുണ്ട്. ഇപ്പൊ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെയേറെ പിന്നെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിലാണ് ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ പിന്നെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറഞ്ഞ സാധനങ്ങൾ, അതായത് മിനിമലി ഇൻവേസീവ് ആണ്. അത് ചെറിയ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നമ്മൾ കൃത്യമായ നരമ്പുകളിലേക്ക് ടാർഗറ്റ് ചെയ്ത് അതിനകത്തേക്ക് ഇത് പാസ് ചെയ്ത് ആ ടാർഗറ്റഡ് ഏരിയ എവിടെയാണോ അവിടെ കൊണ്ടുപോയി അതിനെ കരിച്ചു കളയും. ത്രൂ ഔട്ട് അതിനെടുത്ത് മാറ്റുകയും ചെയ്തു. ഇത് നല്ല റിസൾട്ടാണ് ഇതിനുള്ളത്. അത് മിക്കവാറും പല മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് EVL എന്ന് പറയുന്നത്, അതായത് എൻഡോവീനസ് ലേസർ അബ്ലേഷൻ എന്ന് പറയുന്നത്. അതും ഇതുപോലെ തന്നെ പ്രത്യേക ഗൈഡ് വയർ ഉപയോഗിച്ച് ഈ പ്രോബ് അതിനകത്ത് കിടത്തുകയും അതിനകത്തൂടെ നമ്മൾ പിന്നെ ലേസർ കൃത്യമായ സ്ഥലങ്ങളിൽ ടാർഗറ്റഡ് ഏരിയയിൽ നമ്മളത് പിന്നെ അപ്ലൈ ചെയ്ത് അതിനെ കരിച്ചു മാറ്റുന്ന സ്വഭാവമാണ്. അതും വളരെ നല്ല റിസൾട്ടായിട്ട് വരുന്നുണ്ട്. കൂടാതെ ഇപ്പം നമുക്ക് ഈ ഗ്ലൂ, അതായത് പ്രത്യേക ഒരു പശകളുണ്ട്, അത് നമ്മൾ അതിന് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതും ഇങ്ങനെ ഒട്ടിക്കുന്ന ഏർപ്പാടാണ്. അത് വേറെ രീതിയിലുള്ള ഒരു ചികിത്സയാണ്. ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് മിനിമൽ ഇൻവേസീവാണ്. ഈ രോഗി അധികം ദിവസം ആശുപത്രിയിൽ തങ്ങേണ്ട ആവശ്യമില്ല. വേഗം തന്നെ അവർക്ക് ഇതിലേക്ക് മടങ്ങാൻ പറ്റും, അവരുടെ ജോലിയിലേക്ക് മടങ്ങാൻ പറ്റും. അതാണ് അതിനകത്ത് പറയാനുള്ള വേറെ ഇതുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സ്ക്ലീറോ തെറാപ്പി ഉണ്ട്. സ്ക്ലീറോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം മരുന്നുകൾ നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്യുക. ഇഞ്ചെക്ട് ചെയ്ത് അതിനെ കൊളാപ്സ് ചെയ്യുക, നരമ്പുകൾ കൊളാപ്സ് ചെയ്യുന്ന പരിപാടിയാണുള്ളത്. ഇതിനെ ഈ മരുന്ന് തന്നെ നമുക്ക് അളവ് കുറച്ച് എയറുമായി കമ്പൈൻ ചെയ്ത്, അതായത് ഫോം സ്ക്ലീറോ, അതായത്
ഈ മരുന്നിന്റെ ഒരു പദം നമ്മൾ നിർമ്മിക്കുകയാണ്. നമുക്ക് തന്നെ അവിടെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സർജറി ആരാണോ ചെയ്യുന്നത് അവരെ ഉണ്ടാക്കിയിട്ട് ആ പദം നമ്മൾ കടത്തിയിട്ട് അതിനെ ഈ നരമ്പുകളെ കൊളാപ്സ് ചെയ്യിക്കുന്ന പരിപാടി. അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്പറേഷൻ, മെയിൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി ഇവിടെ ചെയ്തു വരുന്ന പറഞ്ഞാൽ അത് ഏറ്റവും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഓപ്പറേഷന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ദിവസം ആശുപത്രി സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു ദിവസമല്ല എങ്കിലും ഇതിനേക്കാൾ കൂടുതൽ ദിവസങ്ങളിൽ 2-3 ദിവസം കൂടുതലായിട്ട് കിടക്കേണ്ടി വരുന്നുണ്ട്. അത് സർജറി എന്ന് പറയുന്നത് ഈ നരമ്പ് മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ നരമ്പ് എത്തിച്ചേരുന്നത് തുടയുടെ മുകൾ ഭാഗങ്ങളിലാണ്. മുകൾ ഭാഗത്ത് വന്ന് ഉള്ളിലേക്ക് കിടക്കുകയാണ്. അവിടുന്ന് ആ നരമ്പിനെ ഈ നരമ്പിലേക്ക് വരുന്ന 4-5 ചെറിയ നരമ്പുകളുണ്ട്. ആ നരമ്പുകളെല്ലാം കെട്ടിയതിനു ശേഷം ഈ പ്രധാന നരമ്പ്, അതായത് ഈ ലോങ് സഫീനസ് വെയിനെ നമ്മൾ എവിടെയായിട്ടാണോ അത് പോകുന്നത് അവിടുന്ന് ഡിസ്കണക്ട് ചെയ്യുക, അത് കട്ട് ചെയ്ത് കെട്ടിയതിനു ശേഷം അതിനെ ടോട്ടലി നമ്മൾ ആ മുട്ട് വരെയുള്ള ഭാഗം വരെ നമ്മൾ ഇതിന് സ്കിപ്പ് ചെയ്ത് മാറ്റുന്ന ഒരു ഓപ്പറേഷൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷൻ തന്നെയാണ് അതുങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നമുക്കത് മാറ്റാം. അതുപോലെ തന്നെ ഈ നരമ്പുകൾ പരസ്പരം കണക്ട് ചെയ്യുന്ന ചെറിയ ചെറിയ പെർഫറേറ്റ് നരമ്പുകളുണ്ട്. ആ നരമ്പുകളെ നമുക്ക് കെട്ടാൻ കഴിയും. അങ്ങനെ ഉള്ള ഓപ്പറേഷൻ ഉണ്ട്. അപ്പോൾ വിവിധ തരങ്ങളായ ഓപ്പറേഷനുകൾ ഇപ്പൊ ഇന്ന് നമ്മൾ ഇതിൽ അവൈലബിൾ ആണ്. ശരിയായ രീതിയിൽ കൃത്യമായ രീതിയിൽ നമ്മളത് ചികിത്സ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്കുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം ഏത് രീതിയിലുള്ള ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മെത്തേഡാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിലും ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ജീവിതശൈലി രോഗമായിട്ട് നമ്മൾ എടുക്കണം. പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ കഴിയുമ്പോൾ നമുക്ക് എല്ലാം മാറിയെന്നുള്ള ചിന്താഗതി നമ്മൾ ഒഴിവാക്കണം. ഏകദേശം 70 മുതൽ 80% വരെയേ ഈ രോഗ ചികിത്സ കൊണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ട് മാറ്റം ഉണ്ടാകും. ബാക്കി 20 അല്ലെങ്കിൽ 30% നമ്മുടെ ജീവിതശൈലിയുള്ള വ്യതിയാനമാണ്. അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നത്, ഒരു ബ്രേക്ക് ഉണ്ടാക്കണം. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഹോട്ടൽ തൊഴിലാളി അല്ലെങ്കിൽ പിന്നെ സ്ഥിരമായി ജിമ്മ് ജോലി ചെയ്യുന്ന ചില ആൾക്കാർ അവരെന്ന് വെച്ചാൽ അവരുടെ ജോലിയുടെ ഇടവേളകളിൽ കുറച്ച് ഒരു 1-2 മണിക്കൂർ ചെയ്തതിനു ശേഷം അല്പ രീതിയിൽ വിശ്രമം ഉണ്ടാവണം. കാലം ഉയർത്തി വെച്ച് കുറച്ച് നേരം ഒന്നിടയ്ക്ക് ഒന്ന് റിലാക്സ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക എന്നുള്ളത് കുറച്ച് ആവശ്യമാണ്. ആ രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേക്കുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ 3 മാസം നിർബന്ധമായിട്ട് ഈ ഇലാസ്റ്റോക്രൈം ബാൻഡേജ് എന്ന് പറയുന്ന സാധനം കെട്ടണം. ആ കെട്ടുന്നത് വളരെ രീതിയിൽ ഡോക്ടർ ആരാണോ നിർദ്ദേശിക്കുന്ന വിദഗ്ധൻ നിർദ്ദേശിക്കുന്ന അതേ രീതിയിൽ തന്നെ നമ്മൾ കെട്ടിയിരിക്കണം. അല്ല തോന്നുന്ന പോലെ വെറുതെ തുണി ചുറ്റുന്ന പോലെ വെറുതെ ചുറ്റിയിട്ട് കാര്യമില്ല. കൃത്യമായ രീതിയിൽ കൃത്യമായ പ്രഷറിൽ തന്നെ അതിനെ അപ്ലൈ ചെയ്ത് അത് കൃത്യമായി പഠിച്ച് വേണം നമ്മളത് കെട്ടാൻ. അത് ഒരു 3 മാസം വരെ നമ്മൾ തുടർച്ചയായി കെട്ടിക്കോട്ടെ. അല്ലെങ്കിൽ എലാസ്റ്റിക് സ്റ്റോക്കിങ്സ് ഉണ്ട്, വലിച്ചു കയറ്റിയിരുന്ന ടൈപ്പ് സാധനം, അത് നമുക്ക് ഉപയോഗിക്കാം. അല്ലാതെ സർജറി കഴിഞ്ഞാൽ 1 മാസമെങ്കിലും വിശ്രമം എടുക്കുന്നതാണ് നല്ലത്. ഇപ്പൊ നമുക്ക് 1-2 ആഴ്ച കഴിയുമ്പോൾ ജോലിക്ക് പോകാന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വ്യക്തമാണ് ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. വെരിക്കോസ് വെയിൻ രോഗത്തെക്കുറിച്ചും ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ജനറൽ സർജറി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ വൈ ഷാജഹാനാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇന്നുണ്ടായിരുന്നത്. ഡോക്ടർ നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.